മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി. ഓക്കെ, ഇന്ന് ഞാൻ വന്ന ഒരു സബ്ജക്റ്റ് വേറെയാണ്. ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ ആ സന്തോഷം നിങ്ങളായിട്ട് അല്ലാതെ വേറെ ആരുടെ കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. കണ്ടോളൂ സാധനം. ഞാനൊരു സാധനം സസ്പെൻസാണ്. നവംബർ മാസമാണ് ഓർഡർ ചെയ്ത് 2 ദിവസം കൊണ്ട് കയ്യിൽ കിട്ടി. ഇങ്ങനെ കാത്തിരുന്നു, ആ സാധനം വന്നു. ഒരു കുഞ്ഞ് എൻ്റെ ഒരു ഭൂമി എൻ്റെ കയ്യിൽ കിട്ടി. ഹലോ, ഗുഡ് ഈവനിങ്. കുറേ നാളായി ഒരു വീഡിയോ കണ്ടിട്ട്. എല്ലാ സ്ഥലവും അപ്പോൾ ഞാനൊരു പുതിയ സാധനം വാങ്ങിച്ചു. അത് എല്ലാവരെയും സ്നേഹപൂർവ്വം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ്. കിടക്കുന്ന ഓരോ സ്ഥലങ്ങൾ നമ്മൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ ഭൂമിയുടെ ടോപ്പിൽ പോയിട്ട് ഭൂമി ഇങ്ങനെ റൗണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങണോ, ഒരു ചെറിയൊരു ചായ്വിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങി ഒരു പ്രാവശ്യം സൂര്യനെ കറങ്ങുമ്പോൾ ഒരു ദിവസം വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ കണ്ടിപ്പം ഇത് തൊടാനൊക്കെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഓരോരുത്തരായിട്ട് ഒന്നും പോയി കാണാൻ പറയും. അപ്പോൾ എനിക്കത് അധികം കിട്ടിയിട്ടില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നത്തെ ദിവസം ഒന്നും ഇത് നടക്കൂലായിരുന്നു. പക്ഷേ ഇപ്പം മീഷോയിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്ത് ചോദിച്ചാലും കിട്ടുന്ന മീഷോ ആണ്. ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് മീഷോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തപ്പുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഐഡിയ ഇല്ല. കുറേ സ്ഥലങ്ങളുടെ പേരറിയാം, പക്ഷെ അത് എവിടെ കിടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു മോഹം, ഇതിങ്ങനെ പിള്ളേരൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഹിസ്റ്ററി ആരുടെയും സബ്ജക്റ്റും അല്ല. പക്ഷെ എന്നാൽ യാത്ര ചെയ്യണത് ഏത് വയസ്സിലും ഏത് പാഠം പഠിച്ചവരായാലും യാത്ര ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ചോദിക്കുമ്പോഴും ക്വിസ് പ്രോഗ്രാമിലൊക്കെ നമുക്കിതൊന്ന് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കാം. നമുക്ക് കോണ്ടിനെൻറ്റ്സ് എത്ര ഉണ്ട്, കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, അത് എവിടെയാണെന്ന് നോക്കാം. ഈജിപ്റ്റ് അല്ല, ഇത് യൂറോപ്പാണ് മൊത്തത്തിൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇത് ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ അത് അവിടെ കിടക്കണം. ഇന്ത്യയുടെ പുറത്താണ് ചൈന. ആൻഡ് ലെഫ്റ്റ് സൈഡിലാകുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ സീ കിടക്കുന്നല്ലേ, അറേബ്യൻ സീ മുംബൈ. അടുത്ത് മാൽദീവ്സ്, ഇതാ കിടക്കണം മാൽദീവ്സ്. ഞാൻ ബ്ലോ അപ്പ് ചെയ്യാം. ലക്ഷദ്വീപ് എവിടെ? ലക്ഷദ്വീപ് എവിടെ? അതെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ലക്ഷദ്വീപ്, തിരുവനന്തപുരം, ചെന്നൈ, ശ്രീലങ്ക, ഇതെല്ലാം ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ജോയിൻ ചെയ്യണം. ബേ ഓഫ് ബംഗാൾ ആൻഡ് കൊളംബോ, തിരുവനന്തപുരം, ശ്രീ ജയവർദ്ധനപുരം, കൊട്ടിയോ, മാൽദീവ്സ്. എന്താ അത് സ്ഥലം? കോട്ടോ, ശ്രീ ജയവർദ്ധനപുരം, അത് ശ്രീലങ്കയുടെ കൊളംബോ. അങ്ങനെ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ കൊളംബോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി. അടുത്തത് ചൈന ഇതിലാണ് പറഞ്ഞത്. ഇതൊക്കെ ഏഷ്യയാണ് അല്ലേ. അടുത്തത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇത് നോർത്ത് അമേരിക്ക. അടുത്തത് എങ്ങനെയാണ് പഠിക്കുന്നത്? കോണ്ടിനെൻറ്റ്സ് എങ്ങനെ പിരിക്കുന്നവർ? അതായത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇതേതാണ് അപ്പോൾ? ലിബിയ, നൈജീരിയ, ഇതൊക്കെ കൂടിയിട്ട് അങ്കോള, നമീബിയ, സാംബിയ, ഇത് എന്താ സ്ഥലം? ഇത് ആഫ്രിക്കയാണേ. ഇത് ആഫ്രിക്ക, ഇത് മൊത്തം ആഫ്രിക്കയാണ്. ഇതൊരു കോണ്ടിനെൻറ്റ്. ഇന്ത്യ, ഇതൊക്കെ ഏഷ്യ. അടുത്തത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ എവിടെയാണെന്ന് നോക്കാം. യൂറോപ്പ്, അതായത് ഇന്ത്യ എവിടെ കിടക്കണോ ഇവിടെ തിരിഞ്ഞ യൂറോപ്പ് കണ്ട, യൂറോപ്പിലാണ് ടർക്കി. അല്ല, യൂറോപ്പിൽ ടർക്കി അല്ല, ഇത് ആഫ്രിക്കയിലാണ് ടർക്കി എന്ന് തോന്നുന്നു. ഏഷ്യയിലാണ്. യൂറോപ്പ്, തുർക്കി കിടക്കുന്നത് യൂറോപ്പിൽ. ആൻഡ് അമേരിക്ക, അടുത്തത്
ഓഷ് ഏഷ്യ, താഴെയെല്ലാം ഏഷ്യ അമർത്താൻ വരയ്ക്കുക. ഇനി അങ്ങ് സൗത്തിൽ USA, കാനഡ, നോർത്ത് അമേരിക്കയാണ് കാനഡ കേട്ടോ. ഏറ്റവും മുകളിൽ കാനഡ. നമ്മുടെ അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് നോർത്ത് അമേരിക്കയിൽ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഇത്രയും ദൂരം ഫ്ലൈറ്റിൽ പെട്ടെന്നങ്ങ് പോവും. പക്ഷേ ഏത് വഴിക്കാണ് എന്നുള്ളതാണ്. ഇത് അമേരിക്ക. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റിലായിരിക്കും നമ്മുടെ ഇന്ത്യ. ഓപ്പോസിറ്റിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഇത് ഓസ്ട്രേലിയ, തനി, അതായത് കടലിന് നടുക്കെയാണ്. ഇറ്റ്സ് എ കോണ്ടിനെൻറ്റ്, ഓൾസോ എ ഐലൻഡ്. ഓസ്ട്രേലിയ എന്നുള്ളത് ഒരു ഐലൻഡുമാണ്, എന്നാൽ കോണ്ടിനെൻറ്റുമാണ്. അടുത്തത് ഇത് എപ്പോഴും കണ്ട് കണ്ട് ശീലമാണ്, എന്നാലേ അത് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാണാം. കുറച്ചും കൂടി നന്നായിട്ട് ക്യാമറ തുടച്ചിട്ട് ഹൊക്കായിഡ്, അത് ഏതാ സ്ഥലം? മംഗോളിയ, കസാഖ്സ്ഥാൻ, തുർക്കിയൊക്കെ യൂറോപ്പിലാണ് വരുന്നത്. യൂറോപ്പ്. അപ്പോൾ ഏഷ്യ, അമേരിക്ക, കാനഡ, നോർത്ത് അമേരിക്ക, അലാസ്ക, ജപ്പാൻ കിടക്കണണ്ട. എന്ത് രസം. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ടോക്കിയോ കിടക്കണണ്ട. കൊറിയ, ജപ്പാൻ ഏത് കോണ്ടിനെൻറ്റിലാണ് ഇരിക്കണേ? നോർത്ത് കൊറിയ. ഏഷ്യയുടെ അല്ല, ജപ്പാൻ തനിച്ച് കിടക്കണ ഒരു കടലിൻ്റെ പുറത്ത്. അപ്പോൾ ജപ്പാൻ വന്നിട്ട് ഒരു ചെറിയൊരു കൺട്രിയാണ്. കൊയ്ഷു, യോഗോഷാമ, ടോക്കിയോ, ഹോൺഷു, സീ ഓഫ് ജപ്പാൻ, ടോക്കിയോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ജപ്പാനൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി പേടിക്കേണ്ടതാണ്. ഇന്ത്യ കിടക്കണ കണ്ട ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാലാണ്. എൻ്റെ പൊന്നോ, ഇന്ത്യ എവിടെ കിടക്കുന്നു? ജപ്പാൻ എവിടെ കിടക്കണം? ജപ്പാനെ ഇപ്പം തന്നെ കണ്ടില്ലേ, എവിടെയോ കിടക്കണം. ഇൻഡീസ്, വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക, ആഫ്രിക്ക, കുറച്ച് ഇന്ത്യ, ഓസ്ട്രേലിയ എവിടെയോ കണ്ടു. മാർഷൽ ഐലൻഡ്സ്, മൈക്രോണേഷ്യ, എന്തോ ഒലീനീഷ്യ. ഇന്നിപ്പം ബ്രസീൽ, അമേരിക്കയിലാണ് ബ്രസീൽ ഇരിക്കുന്നത്. ആഫ്രിക്ക, നൈജീരിയ ആഫ്രിക്കയിലാണ്. ഈജിപ്റ്റ്, സൗദി അറേബ്യ, യമൻ, ഇതെല്ലാം കൂടി ഏതാണ്? എല്ലാം ചേർന്ന് കിടക്കുകയാണ്. തുർക്കി, ഇറാൻ, സൗദി അറേബ്യ, ഇതൊക്കെ എവിടെ ആയിരിക്കും? ഗസ്. ഇന്ത്യ അതിൻ്റെ പുറത്ത്. ഏഷ്യ അല്ല, എന്തായാലും ഏഷ്യയാണോ? ഏഷ്യയിലാണ് ഇതൊക്കെ. യൂറോപ്പിലാണ്. തുർക്കി, സിറിയ, ടെഹ്റാൻ, ഇറാൻ ആൻഡ് കാസ. ഇത് കിടക്കണം. വേറെന്താ അക്ഷരം? ഏഷ്യ. അത്രയും ഏഷ്യയാണ്. ജപ്പാൻ ഒരു കടലിനകത്ത് കിടക്കുന്നത്. ഏഷ്യയല്ല ആണെന്നറിയില്ല.
എൻ്റെ മുകളിൽ കുറച്ച് കിടപ്പുണ്ട്. അലാസ്ക, USA, കാനഡ, നോർത്ത് അമേരിക്ക ആൻഡ് നൈൽ നദിയാ, നായർ. ന്യൂസിലാൻഡൊക്കെ എവിടെയാണ്? ന്യൂ ഫൗണ്ടർലാൻഡ്. ഗ്രീൻലാൻഡ് കിടക്കണേണ്ടാ, ഗ്രീൻലാൻഡ് ഏറ്റവും മുകളിലാണ് ഗ്രീൻലാൻഡ്. അപ്പം എത്ര തണുപ്പായിരിക്കില്ലേ? യുണൈറ്റഡ് കിങ്ഡം, അയർലാൻഡ്, ഐസ്ലാൻഡ്, അയർലാൻഡ്. യൂറോപ്പ് കൺട്രീസ്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക കണ്ടു. ഇനിയിപ്പോൾ കാണേണ്ടത് ആഫ്രിക്ക. അയ്യോ, ഇളകിപ്പോയി. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ താഴെ കിടക്കണത് ഏതാ? നമ്മുടെ ഈ ആഫ്രിക്ക. അതാ, ഈ താഴെ വരുംതോറും നമുക്ക് ഇതിൽ തണുപ്പ് കുറവായിരിക്കും, ചൂട് കൂടുതൽ. ജാംബിയ ഒക്കെ ഡെസേർട്ട്സ് ഒക്കെ ഉള്ള. സഹാറ എവിടെ കിടക്കണം നോക്കാം. സഹാറ ആഫ്രിക്കയിലല്ലേ? സഹാറ ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക, ഇതാ കിടക്കണം. ഓസ്ട്രേലിയ, ഇതൊരു കോണ്ടിനെന്റ്. അന്റാർട്ടിക്ക, അറ്റ്ലാന്റിക്ക, ഈ കാണുന്നൊക്കെ സോളമൻസ് ഐലൻഡ്സ്. അങ്ങനെ ഞാനൊരു ഗ്ലോബ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ കണ്ടു തുടങ്ങിയിട്ട് കുറേ നാളാകുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഹോബിയായിട്ട് മാത്രമല്ല, നല്ല പാഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ നോളേജ് കിട്ടും. അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങളും വാങ്ങിച്ച് ഇത് എൻജോയ് ചെയ്യട്ടോ. താങ്ക് യു. ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ. താങ്ക് യു.